ഗുരുവോം തത്സത്ത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിൻ്റെ അനുകമ്പാദശകം മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവിചാരമാണ്. അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ്, ഇത് ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടേടുക ഈ നവാക്ഷരീ. അരുൾ, അൻപ്, അനുകമ്പ എന്നീ മൂന്നിനും പൊരുളായിട്ടിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. ആ പൊരുൾ ജീവിതമാകുന്ന ഈ യാനത്തെ ദുഃഖക്കടൽ തരണം ചെയ്ത് മറുകര എത്തിക്കാൻ കഴിവുള്ള വഴികാട്ടിയായ ധ്രുവ നക്ഷത്രമാണ്. അരുളുള്ളവനാണ് ജീവി, അഥവാ ആരിലാണോ അരുൾ അഥവാ സ്നേഹം സ്വാഭാവികമായിട്ടുള്ളത് അവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് എന്ന പുതിയ നവാക്ഷരി മന്ത്രം, 9 അക്ഷരങ്ങളുള്ള മന്ത്രം സദാ ജപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്നേഹം എന്നത്, ആ സ്നേഹം എന്നതിൻ്റെ പല വശങ്ങളാണ് അരുൾ, അൻപ്, അനുകമ്പ എന്നീ 3 വാക്കുകൾ കൊണ്ട് ഗുരു അർത്ഥമാക്കുന്നത്. ഈശ്വരൻ നമ്മിലേക്ക് സദാ സ്നേഹത്തെ ചൊരിയുന്നു, അല്ലെങ്കിൽ സ്നേഹമായി ഈശ്വരൻ നമ്മിലേക്ക് എപ്പോഴും അനുഗ്രഹം വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കുന്ന ഈശ്വരൻ നമ്മെ സ്നേഹത്തോടെ കൈവിടാതെ കാത്ത് രക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഈശ്വരൻ നമ്മിലേക്ക് കാരുണ്യപൂർവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സദാ ഈശ്വരനിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമാണ് അരുൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കേന്ദ്രം ഈശ്വരനാണ്. അത് ഈശ്വരനിൽ നിന്ന് നമ്മിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ചുറ്റിനുമുള്ളതിനോട് സ്നേഹമുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമുണ്ട്, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്, സുഹൃത്തുക്കളോട് സ്നേഹമുണ്ട്, വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷികളോട് സ്നേഹമുണ്ട്, പൂക്കളോട് സ്നേഹമുണ്ട്. അങ്ങനെ എല്ലാത്തിനോടും നമുക്ക് സ്നേഹമുണ്ട്. അത്തരത്തിൽ നമ്മിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ള സകലതിലേക്കും സകലരിലേക്കും പ്രവഹിക്കുന്ന സ്നേഹമാണ് അൻപ്. അതിൻ്റെ ഉത്ഭവ കേന്ദ്രബിന്ദു നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് മുറിവേറ്റ് കിടക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റൊരു ജീവിക്ക് വേദന അനുഭവിക്കുന്നു. അത് മനുഷ്യനാകണമെന്നില്ല, ഏതെങ്കിലും ഒരു ജീവി, മനുഷ്യനോ മറ്റ് ജീവികളോ ജീവജാലങ്ങളോ എന്തെങ്കിലും ഒരു മുറിവേറ്റ് കിടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വേദന അനുഭവിക്കുന്നു എന്നിരിക്കട്ടെ. ആ അവസരത്തിൽ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് അതിനെ ആശ്വസിപ്പിക്കുവാനോ സഹായിക്കാനോ ഒക്കെ തോന്നും, അല്ലേ? അത്തരത്തിൽ നമുക്കുണ്ടാകുന്ന സഹാനുഭൂതി നിറഞ്ഞ സ്നേഹമാണ് അനുകമ്പ. ഈ അനുകമ്പ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണെങ്കിലും അത് കേന്ദ്രമാക്കുന്നത് മറ്റൊരു ജീവിയെയാണ്. വേറൊരു ജീവിക്ക് വേദന അനുഭവിക്കുമ്പോഴാണല്ലോ ഈ അനുകമ്പ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ പോലും അത് കേന്ദ്രമാക്കുന്നത് മറ്റൊരു ജീവിയിലാണ്. ഇത്തരത്തിൽ ഈശ്വരനെയോ നമ്മളെയോ അല്ലെങ്കിൽ മറ്റു ജീവികളെയോ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ ആയാലും, ഈശ്വരനെ കേന്ദ്രമാക്കിയതായാലും നമ്മളെ തന്നെ കേന്ദ്രമാക്കിയിട്ടുള്ള സ്നേഹമായാലും, ഇനി മറ്റു ജീവികളിലോട് തോന്നുന്ന അല്ലെങ്കിൽ ആ ജീവികളെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള സ്നേഹമായാലും, സ്നേഹം എന്നത് സ്നേഹം തന്നെയാണ്. ഈ ഭാവങ്ങളിലെല്ലാം പൊരുളായി നിൽക്കുന്ന സ്നേഹത്തെ അരുൾ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അതുകൊണ്ട് തന്നെ അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ്, ഇത് ജീവതാരകം. ഈ ജീവതാരകം എന്നുള്ള വാക്കിനർത്ഥം, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരെന്നല്ല, എല്ലാ ജീവികൾക്കും സംസാര ദുഃഖമുണ്ട്. സംസാര സാഗരം നീന്തിക്കടക്കുന്ന ആവിവൻ തോണി നിൻപദമാണ് ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ പാദമായിട്ട് ഗുരു എഴുതിയിരിക്കുന്നത്, അല്ലേ? അപ്പം സംസാര സാഗരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതമാകുന്ന സാഗരമാണ്. നമ്മുടെ ജീവിതമാവുന്ന സാഗരത്തിലെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അതിൽ വരുന്ന ദുഃഖങ്ങളെ തരണം ചെയ്യാൻ ആണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ, മനുഷ്യനെന്നല്ല മറ്റെല്ലാ ജീവികൾക്കും പ്രയാസം. അതിനെ തരണം ചെയ്യാനുള്ള, കഴിഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥവിചാരത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്.
ദുഃഖത്തിനെ തരണം ചെയ്യാൻ പറ്റിയ ഏറ്റവും ശാശ്വതമായ മാർഗം പരസ്പര സ്നേഹമാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഗുരു ഇവിടെയും ഊന്നി പറയുന്നത്. സംസാര സാഗരത്തിലെ ദുഃഖത്തെ തരണം ചെയ്ത് മറുകരയെത്താൻ നമുക്ക് വഴികാട്ടിയാകുന്ന ധ്രുവ നക്ഷത്രമാണ് അരുൾ അഥവാ സ്നേഹം. ഈ അരുൾ ഉള്ളവരെ മാത്രമേ, അല്ലെങ്കിൽ ഈ സ്നേഹം ഉള്ളിലുള്ളവർ മാത്രമേ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുള്ളൂ എന്ന് ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവികളും ജീവിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹം ഇല്ലാത്ത ജീവികൾ ഈ ലോകത്തില്ല. ഒന്നുമല്ലേ, സ്വന്തം കുഞ്ഞുങ്ങളോടെങ്കിലും സ്നേഹം തോന്നാത്ത എത്ര ക്രൂര മൃഗമാണെങ്കിൽ പോലും സ്വന്തം കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ സ്വന്തം ഇണയോടോ ഒക്കെ എങ്കിലും സ്നേഹം ഉണ്ട്. എത്ര ക്രൂര മൃഗങ്ങളാണെങ്കിലും അവയ്ക്ക് ഭക്ഷണം കിട്ടി വിശപ്പില്ലാതിരിക്കുന്ന സമയത്ത് അവ മറ്റുള്ളവയെ ആക്രമിക്കാറില്ല. അല്ലെങ്കിൽ അതിനെ ഇത് ആക്രമിക്കുമെന്ന് തോന്നിയെങ്കിൽ മാത്രമേ അത് ആക്രമിക്കാറുള്ളൂ. നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് പൂച്ചയും മത്സ്യവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ വീഡിയോസ് ഒക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്നേഹമില്ലാത്ത ഒരു ജീവിയും ഈ ലോകത്തിലില്ല. സ്നേഹം എന്ന ഒരു വികാരം, ആ ഒരു അനുഗ്രഹമുള്ള ഇല്ലാത്ത ഒരു ജീവിയും ഇല്ല. അപ്പൊ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ എല്ലാ ജീവികൾക്കും അറിയാം. അവരുടെ സാഹചര്യ പ്രതികൂലമാകുമ്പോഴാണ് അവ ആക്രമിച്ച് ഇര തേടുന്നതുമൊക്കെ. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. വിശപ്പിനെ അതിജീവിക്കാനുള്ള പെടാപ്പാടിലാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ മനുഷ്യൻ മറ്റ് ജീവികളെ പോലെ അല്ല. മനുഷ്യന് മനനം ചെയ്യാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മറ്റു ജീവികൾ ജീവിക്കുന്നത് പോലെ വെറുതെ അങ്ങ് ജീവിച്ചിട്ട് കാര്യമില്ല. മനുഷ്യൻ ജീവിതം നയിക്കുന്നവരാവണം. ജീവിതം നയിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യർ. അപ്പോൾ തൻ്റെ ചുറ്റുമുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ കാണിക്കാനുള്ള കഴിവുണ്ടായാൽ പോലും പലരും അതിന് ശ്രമിക്കാറില്ല. തൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിനെയും ആ സ്നേഹത്തിനെ പരസ്പരം പങ്കുവയ്ക്കുവാനും പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടുന്ന ജീവിതങ്ങൾ സ്വന്തം ഉള്ളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കാതെ, സ്വന്തം ഉള്ളിലുള്ള ഈശ്വര ചൈതന്യമായ സ്നേഹത്തെ തിരിച്ചറിയാതെ ജീവിക്കുന്നവർ ഒന്നും ജീവിക്കുന്നത് ജീവിതമല്ല. അങ്ങനെയുള്ളവർ ജീവിയുമല്ല എന്നാണ് ഗുരു പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ജപിക്കണം, അരുളുള്ളവനാണ് ജീവി എന്ന് 9 അക്ഷരങ്ങളുള്ള നവാക്ഷരി മന്ത്രം. അതെപ്പോഴും സദാ എല്ലായ്പ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ ഉള്ളിലേക്ക് സർവേശ്വരൻ പകർന്നു നൽകുന്ന സ്നേഹത്തെയും അരുളാകുന്ന സ്നേഹത്തെയും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്ന അൻപാകുന്ന സ്നേഹത്തെയും സഹജീവിയോട് തോന്നുന്ന സഹാനുഭൂതിയുടെ അനുകമ്പയാകുന്ന സ്നേഹത്തെയും ഒക്കെ ചേർത്ത് അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നായ ജീവതാരകത്തിൽ ഉറച്ച്, ആ ഒരു ഏകമായ സത്യത്തിൽ, സ്നേഹമാകുന്ന സത്യത്തിൽ ഉറച്ച് നിലനിന്ന് ജീവിതം നയിക്കുവാനും, സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കി സ്വയം അറിഞ്ഞ് അതിലൂടെ ഈ പ്രപഞ്ചത്തെ മൊത്തം അറിഞ്ഞ് എല്ലാവരിലേക്കും സ്നേഹമായി പ്രവഹിക്കുവാനും കഴിയും. മഹാഗുരുവിൻ്റെ ഈ അതിമഹത്തായ കൃതിയിലൂടെ എല്ലാവർക്കും അത് സാധ്യമാവട്ടെ. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുളുള്ളവനാണ് ജീവി. ഗുരു ഓം തത്സത്ത്.